ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് അയർലൻഡിലെ ഡോനെഗൽ എന്ന സ്ഥലത്തുള്ള ഒരു സീക്രട്ട് വാട്ടർഫോളിലേക്കാണ്. വളരെ ഫേമസ് ആയ ഒരു സീക്രട്ട് വാട്ടർഫോളാണ്. വളരെ അഡ്വഞ്ചർ നിറഞ്ഞതും വളരെ അപകടകരവുമായ ഒരു സീക്രട്ട് വാട്ടർഫോളാണ് നമ്മളിന്ന് പോകുന്നത്. ഏകദേശം ഡോനെഗലിൽ നിന്നൊരു 22 മിനിറ്റ്സ് യാത്രയുണ്ട്. കില്ലിബെക്സിനടുത്തായിട്ടാണ് ഈ ഒരു വാട്ടർഫോൾ ഉള്ളത്. അത് ലെറ്റർക്കനിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറും 22 മിനിറ്റുമാണ് എടുത്തത്. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി. അത്യാവശ്യം നല്ലൊരു സമ്മർ ആയതുകൊണ്ട് നല്ല വെതറാണ്. 26 ഡിഗ്രിയോളം ചൂടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കാണാനായിട്ട്. ഒത്തിരി പേര് വരുന്നു പോകുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വാട്ടർഫോളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കടലിൻ്റെ ഏറ്റവും വലിയ ഇറക്കവും അനുസരിച്ചാണ് ഇതിൻ്റെ ഒരു ഭംഗി. അതായത് വേലിയേറ്റമുള്ള സമയത്ത് ആർക്കും അങ്ങോട്ട് പോകാൻ കഴിയില്ല. കാരണം കടൽ ഒരു 4 മീറ്ററോളം കയറി വരും. അപ്പം അത് നമുക്ക് അവിടെ എല്ലാം വെള്ളമായിരിക്കും, അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. പിന്നെ ഉള്ളത് വേലി ഇറങ്ങുന്ന സമയം ഗൂഗിളിൽ നോക്കിയിട്ട് ടൈഡിൻ്റെ കുറഞ്ഞ സമയമുള്ള എപ്പോഴാണെന്ന് നോക്കിയിട്ട് ആ സമയത്താണ് എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ എത്തുന്നത്. അപ്പം നമ്മളും അതുപോലെ സമയമൊക്കെ നോക്കി വെള്ളമൊക്കെ എടുത്ത് ഇപ്പം വാട്ടർഫോൾ കാണാനൊന്ന് പോയേക്കാമെന്ന് കരുതി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ ആളുകളുണ്ട്, ടൂറിസ്റ്റുകളുണ്ട്. നല്ല പ്രകൃതി ഭംഗിയാണ്. കടൽ കാണാനും വളരെ ഭംഗിയുള്ളൊരു ഇതിലാണ്. ഇതിന് മുൻപ് ഒരു വട്ടം ഞങ്ങളിവിടെ വന്നിരുന്നു. അന്ന് ഞങ്ങൾക്ക് ആ വാട്ടർഫോൾ കാണാൻ സാധിച്ചില്ല. ഭയങ്കര ടൈഡായിരുന്നു, വേലിയേറ്റമായിരുന്നു. അപ്പം വെള്ളമെല്ലാം കയറി ഭയങ്കര തിരയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്ന് അത് ആസ്വദിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നല്ലൊരു സമ്മറാണ്, നല്ലൊരു ദിവസമായതുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിൻ്റെ അടുത്ത് ഏകദേശം എത്തി. നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ ആളുകളിങ്ങനെ നടന്ന് നീങ്ങുന്നതായിട്ട് കാണാം. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ കണ്ട സ്ഥലങ്ങളൊക്കെ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ട് പോകാനേ സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം നമുക്ക് നടന്ന് പോകാം. എല്ലാവരും വളരെ സ്പീഡിൽ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേലിയേറ്റം വരുന്നതിന് മുന്നേ തന്നെ തിരിച്ച് നമുക്ക് ഇറങ്ങുകയും വേണം. അപ്പോൾ എല്ലാവരും നല്ല സ്പീഡ് നടന്നു തുടങ്ങിയിട്ടുണ്ട്. പാറകളും ഇഷ്ടംപോലെ പാറകളും കുന്നുപോലൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. ഈ പാറകളിലൂടെ വേണം നമുക്ക് യാത്ര ചെയ്യാൻ. ഇച്ചിരി കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ വളരെ ശ്രദ്ധിച്ച് വരണം. അവർക്ക് വേണ്ട ആഹാരവും ഫുഡും വെള്ളവും ഒക്കെ എടുത്തുകൊണ്ട് വരിക. കാരണം അവിടുന്ന് പോയി വരുമ്പോൾ എന്തായാലും ഒരു 2 മണിക്കൂറെങ്കിലും വേണ്ടി വരും. കാരണം ഈ വലിയ പാറകളിലൂടെയുള്ള കയറ്റവും ഇറക്കവും ഒക്കെയുണ്ട്. ചില സ്ഥലങ്ങളിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പം വെള്ളത്തിലൂടെ നടന്ന് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് കുഞ്ഞുകുട്ടികളായിട്ട് വരുന്നവരൊക്കെ വളരെ കെയർഫുള്ളായിട്ട് വരിക. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ വെള്ളം കയറി ഇറങ്ങി കിടക്കുന്ന സ്ഥലമാണ്. ഏത് സമയത്തും വെള്ളം വേലിയേറ്റത്തിൻ്റെ സമയത്താണ് വരുന്നതെങ്കിൽ വെള്ളം കയറി വരുന്ന സമയം നമുക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ഗൂഗിളിൽ നോക്കി കറക്റ്റ് സമയമൊക്കെ മനസ്സിലാക്കിയിട്ട് വരിക. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലവും കവർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുൻപോട്ട്. അപ്പോൾ നമുക്ക് കാണാം വളരെ മനോഹരമായ ഒരു കടലിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാം. ഇഷ്ടം പോലെ ഇവിടെ നോക്കി വെള്ളം ഇങ്ങനെ കയറി ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഏകദേശം നല്ലൊരു സമയമായതുകൊണ്ടും വേലി ഇറങ്ങി നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് ഇവിടെ ഒന്നും വെള്ളമില്ലാത്തത്. ഇല്ലെങ്കിൽ 4 മീറ്ററോളം കടലിൽ മുന്നോട്ട് കയറി വരും. അപ്പം ഫുള്ള് നമുക്ക് നടക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഇപ്പം അങ്ങ് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഇപ്പം വളരെ ശാന്തവും സുന്ദരവുമായിരിക്കുന്ന ഈ ഒരു കടൽ കുറേ കഴിയുമ്പോൾ വളരെ ശക്തനും വളരെ അക്രമകാരമായ രീതിയിലേക്ക് മുന്നോട്ടും വരും. അങ്ങനത്തെ ഒരു കടലാണ് നമ്മുടെ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു വളരെ ഇതൊരു അഡ്വഞ്ചർ യാത്രയാണ് ആക്ച്വലി. ഈസി ആയിട്ട് പോയി വരാൻ സാധിക്കില്ല. കടലും അതുപോലെ തന്നെ മണ്ണും പാറകളും ഒക്കെ താണ്ടി കുന്നും മലകളും ഒക്കെ കയറി ഇറങ്ങി വേണം നമുക്ക് അവിടെ എത്തിപ്പെടാൻ. അപ്പോൾ ഇതൊരു വലിയൊരു സാഹസം നിറഞ്ഞ യാത്ര തന്നെയാണ് ആക്ച്വലി. നമുക്ക് മാത്രമല്ല നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർക്കും ഇത് വലിയൊരു സാഹസം തന്നെ ആയിരിക്കും. കാരണം ഇതുപോലെയുള്ള വലിയ പാറകളെല്ലാം കടന്നു വേണം നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് പല നല്ല ചെറിയ ഈ ഉറവുകളും ഒക്കെ വെള്ളമൊക്കെ വരുന്നതൊക്കെ കാണാം. അതുപോലെ തന്നെ ചെറിയ കേവുകൾ അതുപോലത്തെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മളിങ്ങനെ വന്ന വഴികളും പിന്നിട്ട വഴികളും ഒക്കെ നമുക്ക് കാണാം. ഒരു വട്ടം നമ്മളിങ്ങനെ ബാക്കിലോട്ടൊന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന മനോഹരമായ ഒരു കേവാണ്.
അപ്പോൾ ഈ കേവിലൊക്കെ അകപ്പെട്ട ആൾക്കാരെ പറ്റിയൊക്കെ ഓർമ്മകൾ നമുക്കപ്പോൾ വരും. ഇത് വലിയ അങ്ങ് ഉള്ളിലോട്ടൊന്നുമില്ല, ജസ്റ്റ് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ, റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു കേവ് മാത്രമാണ്. അപ്പം അതുപോലെ കുറച്ച് ആളുകളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്, പോയി കണ്ടിട്ട് തിരിച്ച് വരുന്ന ആൾക്കാരാണ് ഇതൊക്കെ. എല്ലാവരും നല്ലപോലെ ടയേർഡായിട്ടാണ് വരുന്നത്, കാരണം ഇതുപോലെ ഇതെല്ലാം കയറി ഇറങ്ങിയൊക്കെ വരുമ്പോൾ ഒരു സമയമാവും. അപ്പം നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കയറുകയാണ് മുന്നോട്ട്. അപ്പം നമുക്ക് കാണാം ശാന്തമായ ആ ഒരു കടലിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പല അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണിത്. വെള്ളം എന്ന് പറയുന്ന ഒരു വലിയ അപകടമാണ്, ഈ സമയത്തും കയറി വരാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇതുപോലെയുള്ള കുന്നുകളും മലകളും ഒക്കെ പണ്ട് ഞാൻ ഇവിടെ മലയാറ്റൂർ തീർത്ഥാടനത്തിന് പോയപ്പോൾ കയറിയ ആ ഒരു ഓർമ്മയാണ് എനിക്കിപ്പോൾ വരുന്നത്. മലയാറ്റൂർ തീർത്ഥാടനത്തിന് പോയപ്പോൾ ഇതുപോലെ മലകൾ കുറേ വലിഞ്ഞ് കയറിയിട്ടുണ്ട്, അതുപോലെ ഓരോ പാറകളും നമ്മൾ പിന്നിടുകയാണ്. അപ്പോൾ തിരിഞ്ഞ് നോക്കി നമ്മളിപ്പോൾ ആ വന്ന വഴികൾ, നമ്മൾ ഇവിടുന്ന് വന്നു എന്നുള്ള ആ വഴി നമുക്ക് കാണാം. അപ്പം ആ ആൾക്കാരൊക്കെ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ഇന്ന്, നല്ല മഴയൊന്നും ഇല്ലാത്ത നല്ല ഒരു ബ്രൈറ്റായിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പം കുറേ ആൾക്കാർ ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെയും നമുക്കിങ്ങനെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ അടുക്കാറായിട്ടുണ്ട്. കുറേ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അപ്പോൾ ഈ കണ്ടു കഴിഞ്ഞവരൊക്കെ തിരിച്ചു വരുന്നു, കാണാത്തവർ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വലിയ വലിയ പാറക്കഷ്ണങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. വളരെ കാണാൻ നല്ല ഭംഗിയുള്ള പാറകളാണ് ഇവിടെ ഉള്ളത്. വെള്ളമൊക്കെ കയറി ഇറങ്ങി വർഷങ്ങളോളം ഈ വെള്ളം കയറി ഇറങ്ങി പല പല ആകൃതിയിലും ഷേപ്പിലും ഒക്കെ ആയി കിടക്കുന്ന പാറകളും ഒക്കെ നമുക്ക് കാണാം. ഇവിടെ പല പല വൈവിധ്യത്തിലുള്ള ആളുകളും ഇവിടെ എത്തിച്ചേരുന്നു ഇത് കാണാൻ. ഉക്രൈനിലുള്ള ആൾക്കാർ, ഐറിഷ് പീപ്പിൾ വരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കാർ വരുന്നു. അങ്ങനെ പല പല രാജ്യക്കാർ വന്നും പോയി ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കാണാനായിട്ട്. അയർലൻഡിലെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായ ഡോനെഗൽ വളരെ ടൂറിസത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെ വാട്ടർഫോൾ മാത്രമല്ല, വളരെ വളരെ ഒത്തിരി വേറെ അഡ്വഞ്ചറുകളുണ്ട്. ഫിഷിംഗ് ഉണ്ട്. കില്ലിബെക്സ് എന്ന് പറഞ്ഞാൽ ഫിഷിങ്ങിന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ മാസം ഞങ്ങൾ ഫിഷിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മീനൊക്കെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ വന്നു. ബോട്ടിൽ നമുക്ക് ചൂണ്ടയൊക്കെ അറേഞ്ച് ചെയ്ത് തരും, നമ്മൾ പൈസ കൊടുത്താൽ മതി. അപ്പം നമ്മളെ കൊണ്ട് അവർ കടലിലേക്ക് പോകും, അവിടെ നിന്ന് നമ്മൾ ഫിഷിങ് നടത്തണം. ഫിഷ് ചെയ്ത് നമുക്ക് പിടിക്കുന്ന മീനെ നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ അതൊക്കെ ഞങ്ങൾ പോവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിനോടടുത്ത് തന്നെയാണ് ഈ ഒരു വാട്ടർഫോൾ ഉള്ളത്. വളരെ ഒത്തിരി ആളുകൾ വന്നും പോയി നിൽക്കുന്ന ഒരു നല്ലൊരു വാട്ടർഫോളാണിത്. ഭയങ്കരമായ ഡേഞ്ചറാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം അതിനടുത്തെത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ആൾക്കാരൊക്കെ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. അപ്പം ഇത്രയും ഡേഞ്ചറായിട്ടുള്ള ഒരു വാട്ടർഫോളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് വളരെ ഒരു സന്തോഷമുണ്ട്. ഒത്തിരി ദൂരം താണ്ടി ഒരു 2 കിലോമീറ്ററോളം ദൂരം നടന്നാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ ഏകദേശം നമുക്ക് അതിനടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. ആൾക്കാരവിടെ ഇരിക്കുന്നു, കുറച്ച് പേർ കടലിനടുത്തേക്ക് നീങ്ങുന്നു. അങ്ങനെ ഈ ആൾക്കാരെല്ലാം തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. കുറേ ആൾക്കാർ അവിടുന്ന് തിരിച്ചും പോകുന്നു, കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ ആ ഒരു സീക്രട്ട് വാട്ടർഫോൾ എന്ന് പറഞ്ഞ ആ പേടിപ്പെടുത്തുന്ന അല്ല സാഹസം എന്ന് പറഞ്ഞ ആ ഒരു വാട്ടർഫോളിൻ്റെ ഫ്രണ്ട് കവാടത്തിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണിപ്പോൾ. പല ആളുകളും അതിൽ നിന്ന് തിരിച്ച് പെട്ടെന്ന് തന്നെ പോവുകയാണ്, കാരണം എപ്പോഴാണ് വെള്ളം കയറി വരുന്നത് നമുക്കറിയില്ല. അപ്പം എത്രയും പെട്ടെന്ന് അവിടുന്ന് പോകണം. അപ്പം വന്ന് കാണുക, പെട്ടെന്ന് ഫോട്ടോസ് എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. അപ്പം ഏകദേശം നമ്മൾ അതിൻ്റെ കവാടം വരെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം വളരെ ശാന്ത സമുദ്രം, അല്ലെങ്കിൽ ശാന്തമായി ഒഴുകുന്ന ആ കടലും അതിലെ അതിൻ്റെ ഒരു മനോഹാരിതയൊക്കെ അവർ ഇന്ന് ഫോട്ടോയിൽ ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പീഡ് ബോട്ടും അവിടെ ഇങ്ങനെ പറന്ന് വരുന്നുണ്ട്, നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ബോട്ട് വഴിയും ഇവിടെ എത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എങ്കിലും. അപ്പം നമുക്ക് ആ ഒരു സീക്രട്ട് വാട്ടർഫോളിൻ്റെ അകത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാം. വളരെ നിങ്ങൾക്ക് തന്നെ കാണാം, പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഗുഹാതുരത്വം നിറഞ്ഞ അല്ലെ വളരെ ഒരു ഭംഗിയായിട്ടുള്ള ആ ഒരു ഗൃഹാതുരത്വം നിറഞ്ഞ ആ ഒരു ഗുഹ നിങ്ങൾക്ക് കാണാം. പ്രകൃതി അതിൻ്റെ വൈവിധ്യങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഗുഹ, അതിലേക്കാണ് നാം ഇപ്പോൾ കടന്നു ചെല്ലുന്നത്. നോക്കൂ, എന്ത് മനോഹരമായ ആ പാറകൾ നിങ്ങൾക്ക് കാണാം. ഈ പാറകൾ
എത്രയോ വർഷങ്ങൾ വെള്ളം കയറിയും ഇറങ്ങിയും മുന്നോട്ട് പോയും വന്നും വർഷങ്ങളുടെ സേവനങ്ങൾ കൊണ്ട് അവിടെ കിടന്ന് അതിൻ്റെ ആ ഒരു ഷേപ്പെല്ലാം മാറി പൂരുളൻ കല്ല് പോലെ ആയിട്ടുണ്ട്. ഇപ്പം വളരെ രസമുള്ള കുറച്ച് പാറകളും വേറെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. അവരൊന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആ ഒരു പ്രകൃതിയുടെ വൈവിധ്യം നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ ഒരു മനോഹാരിത, എന്തൊക്കെയാണ് പ്രകൃതി ഇവിടെ നമുക്ക് കൊണ്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. നോക്കൂ, ആ ഒരു വെള്ളച്ചാട്ടം നോക്കൂ, ആ വാട്ടർഫോൾ ഇത്ര ഭീകരവും ഇത്ര ഡേഞ്ചറസുമായിട്ടുള്ള ഒരു ഏരിയയിൽ ഇതുപോലൊരു വാട്ടർഫോൾ വളരെ മനോഹരമാണത്. നോക്കൂ, എവിടെ നിന്നാണത് ഒഴുകി ഒഴുകി ഇങ്ങ് എത്തുന്നതെന്ന്. ഈ ഒരു വാട്ടർഫോൾ കാണാൻ 2 കിലോമീറ്ററോളം വളരെ സാഹസം നിറഞ്ഞ യാത്ര നടത്തി ഇവിടം വരെ എത്തി ഈ ഒരു വാട്ടർഫോൾ നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു സീക്രട്ട് വാട്ടർഫോളിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൂടെ ഇതെല്ലാം കണ്ട് എന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെ നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിന് താഴെ എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ തീർത്തു തരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ഇനിയും കാണാം അടുത്ത വീഡിയോയിൽ.